ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ്. ഓഫ് ഡേ ആയതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഒരു പൊതിച്ചോറ് കഴിച്ചാലോ എന്ന്. നാട്ടിൽ നിന്ന് വന്നത് പിന്നെ ഒരു പൊതിച്ചോറൊന്നും കഴിച്ചിട്ട് പോലുമില്ല. ഇവിടെ നമുക്കങ്ങനെ റെസ്റ്റോറൻറ്റുകളൊക്കെ കുറവാണ്. സ്പെഷ്യലി കേരള റെസ്റ്റോറൻറ്റുകളൊന്നും തന്നെ ഇല്ല. നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ എല്ലാ വെജിറ്റബിൾസും ഒന്നും കിട്ടാറില്ല. പിന്നെ നമുക്കിവിടെ അടുത്തൊരു ഏഷ്യൻ മാർക്കറ്റ് ഉണ്ട്. അതും കൂടുതലും വരുന്നത് നോർത്ത് സൈഡിലെ സാധനങ്ങളൊക്കെയാണ്. സൗത്ത് സൈഡിൽ നിന്നുള്ള അങ്ങനെ സാധനങ്ങളൊന്നും വരാറില്ല. പിന്നെ നമുക്കിങ്ങനെ മത്തിയൊക്കെ കിട്ടാറുണ്ട്. അതും ഫ്രഷ് ഒന്നുമല്ല, എല്ലാം ഫ്രോസൺ ആണ് കിട്ടുന്നത്. അതൊക്കെ വെച്ചാണ് നമ്മളുള്ളത് വെച്ച് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് സാധനമായ ചമ്മന്തി, പയറ് തോരൻ, കപ്പ വേവിച്ചത്, മീൻ വറുത്തത്, അച്ചാർ, പോർക്ക് ഫ്രൈ, മുട്ട പൊരിച്ചത്, ചമ്മന്തിപ്പൊടി, അങ്ങനെ അത്യാവശ്യം കുറച്ച് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചൊരു പൊതിച്ചോറ് അങ്ങനെ ഉണ്ടാക്കി. വാഴയിലയുടെ കാര്യം പറയുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് ഫ്രഷായിട്ട് വാഴയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് പേപ്പർ വാഴയിലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും കേരള ഫുഡുകളൊന്നും കിട്ടാറില്ല. അങ്ങനെ നമുക്കെന്തെങ്കിലും കൊതി തോന്നിയാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് പതിവ്. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചു. ഞങ്ങളുടെ കുഞ്ഞുമണി സ്കൂളിൽ പോയേക്കുവാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേനും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പൊതിച്ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫിൻലാൻഡിൽ കേരള റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഏഷ്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. അവിടെ നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഡിഷസാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് ഒരു 2 മണിക്കൂറോളം കെട്ടി വെച്ചു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കുഞ്ഞുമണി സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പൊതിച്ചോറ് ഞങ്ങൾ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് പൊതിച്ചോറൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പൊതിച്ചോറൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.